ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ബിരിയാണി റൈസ് കഴുകിയിട്ട് മാറ്റി വെച്ച്. അത് കഴിഞ്ഞ് പട്ടയും ഗ്രാമ്പുമൊക്കെ എടുത്ത് വെച്ച്, പിന്നെ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചൂടാക്കിയിട്ട് അതും മാറ്റി വെച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് ഉള്ളി നല്ല രീതിയിൽ വാട്ടിയെടുക്കണം. ബ്രൗൺ കളർ ആവുന്ന രീതി നല്ല രീതി ചൂടാക്കി ബ്രൗൺ കളർ ആയ ശേഷം മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് അതേ എണ്ണ തന്നെ എടുത്തിട്ട് നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയുള്ള മസാലക്കൂട്ടും ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ. അതിന് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട ശേഷം അതിനകത്തുള്ള ഗ്രാമ്പൊക്കെ ഇടണം. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ചൂടാക്കണം. അതിൻ്റെ മണം മാറുന്ന വരെ ഇളക്കണം. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് കഴിഞ്ഞ് അതിനകത്ത് ചിക്കൻ മസാല ഇടണം. പിന്നെ ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ ഇടണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടണം. അത് കഴിഞ്ഞ് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കനോ അതിനകത്ത് എടുത്തിട്ട ശേഷം പാതി വേവുന്ന രീതി നല്ല രീതി ഇളക്കി എടുക്കണം. മസാല നല്ല രീതി അതിൽ പിടിക്കുന്ന രീതി ഇളക്കി എടുത്ത ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം ചൂടാക്കാൻ വെക്കണം. പിന്നെ റൈസ് ചൂടാക്കി എടുക്കുക. വെള്ളത്തിനകത്ത് ഗ്രാമ്പും പിന്നെ പട്ട ഇതൊക്കെ ഇട്ട ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളി എടുത്ത് വെട്ട ശേഷം കുറച്ച് എണ്ണ ഒഴിക്കണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് അരി വെന്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച കറി അപ്പോഴത്തേക്ക് വേവും. പിന്നെ അതിനകത്ത് ഇട്ട് ദം വെക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പപ്പടവും വേവിക്കാൻ വേണ്ടി പപ്പടവും വേവിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മും മാറ്റി. എൻ്റെ പൊന്നെ നല്ല മണമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അപ്പോഴും വേണ്ടി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞിപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി. എൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്.